അനന്തപുരിയുടെ മണ്ണിൽ മാറ്റത്തിന്റെ കാഹളം മുഴങ്ങുകയാണ്. കഴിഞ്ഞ 45 വർഷമായി തിരുവനന്തപുരം നഗരസഭയെ തളച്ചിട്ടിരുന്ന LDF ഭരണ അഴിമതിയുടെയും സ്വജനപക്ഷപാതത്തിന്റെയും ചങ്ങലക്കണ്ണികൾ ഓരോന്നോരോന്നായി പറിച്ചെറിയപ്പെടുകയാണ്. കോർപ്പറേഷന്റെ അമരത്ത് BJPയുടെ കടന്നുവരവോടെ മാർക്സിസ്റ്റ് ഭരണത്തിന്റെ പകൽക്കൊള്ളകൾ ഓരോന്നോരോന്നായി വെളിച്ചത്ത് വന്നുകൊണ്ടിരിക്കുന്നു. സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായി നഗരത്തിന് ലഭിച്ച 113 ഇലക്ട്രിക് ബസ്സുകൾ അവയുടെ നഗരവാസികൾക്ക് മെച്ചപ്പെട്ട യാത്രാ സൗകര്യങ്ങൾ ഒരുക്കേണ്ടെന്ന ഈ ബസ്സുകളെ രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി വഴിതിരിച്ചുവിട്ടത് ആർക്കു വേണ്ടിയാണ്? നഗരത്തിന്റെ വികസനത്തിന് ലഭിക്കേണ്ടുന്ന ഫണ്ടും സൗകര്യങ്ങളും അധികാരത്തിന്റെ പിൻബലത്തിൽ CPM അട്ടിമറിച്ചു. അഴിമതി കഥകൾ അവിടെയും തീരുന്നില്ല. നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള കെട്ടിടങ്ങൾ തുച്ഛമായ വാടകയ്ക്ക് സ്വന്തക്കാർക്കും പാർട്ടിക്കാർക്കും തീരെഴുതി കൊടുക്കുന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. 20,000 രൂപയോളം വാടക ലഭിക്കേണ്ടുന്ന കെട്ടിടങ്ങൾ വെറും 823 രൂപയ്ക്ക്. കോർപ്പറേഷന്റെ വരുമാനത്തിൽ കൈയിട്ട് വരുന്ന ഈ വാടക കൊള്ള വർഷങ്ങളായി തുടർന്നു വരുന്ന ഒന്നാണ്. ഈ അഴിമതിയുടെ കുരുക്കിനി മുറുകും. CPM ഭരണം നഗരത്തെ കൊള്ളയടിച്ച കാലം അവസാനിക്കുകയാണ്. ഓരോ ഫയലുകളും ഓരോ ഇടപാടുകളും ഇന്ന് ജനകീയ പരിശോധനയ്ക്ക് വിധേയമാകുന്നു. LDF അഴിമതിയുടെ കോട്ടകൾ തകരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ പുതുവർഷത്തിൽ നമ്മുടെ കേരളത്തെ, നമ്മുടെ അനന്തപുരിയെ വീണ്ടെടുക്കാനുള്ള വലിയൊരു പോരാട്ടത്തിന് BJP തുടക്കം കുറിച്ചു കഴിഞ്ഞു. ഒരു കാര്യം ഇപ്പോൾ വ്യക്തമാണല്ലോ, CPM കൊള്ളയടിച്ച ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ BJP നേരത്തെ അധികാരത്തിൽ വരേണ്ടതായിരുന്നു. സത്യം പുറത്തു വരട്ടെ, മാറ്റം വരട്ടെ. ഒറ്റക്കെട്ടായി നമുക്ക് മുന്നേറാം, വികസിത തിരുവനന്തപുരം സൃഷ്ടിക്കാം.